ഹലോ, അഡ്ജസ്റ്റ്മെന്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അവിഗ്ന, ഇത് കുഞ്ഞാറ്റ അല്ലേ? ഓ, പുള്ളിക്കാരി പോസ് ചെയ്യുന്നോ ലൈറ്റ് കണ്ട് പിടിച്ച് എന്തേ. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോം ഡെക്കറേഷൻ ഇൻറ്റീരിയറിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചെറിയ DIY ആണ്. വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ല, നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം അതെന്താണെന്നറിയോ? അതെന്ന് പറയുന്ന ഒരു മിനി വാട്ടർഫോൾ ആണ്. വാട്ടർഫോളോ ലേക്കോ എന്തെങ്കിലും പറയും, കാണിച്ചു തരാം. ഇതാണ് ഇപ്പം ലേക്കോ എന്താണെന്ന് എനിക്ക് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ നല്ല ഗ്രീനായിരിക്കുന്നില്ലേ ഇത്? പ്രത്യേകിച്ച് നമുക്ക് അധികം സാധനങ്ങളൊന്നും വേണമെന്നില്ല, ചെടികൾ മാത്രം മതി. പക്ഷെ നല്ല ഗ്രീനായിരിക്കും, കണ്ണിനൊക്കെ നല്ല കിട്ടും. അപ്പം എന്നോട് കുറേ പറഞ്ഞു, ചിരട്ടൊക്കെ വെയിലത്തൊന്നും കിട്ടാനില്ല, അങ്ങനെ വേറെ എന്തെങ്കിലും പറയാം. അപ്പം ചിരട്ട വേണ്ടല്ലോ, ചിരട്ടയില്ലാണ്ട് നമുക്ക് ചെയ്യാമല്ലോ. അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൻ്റെ മുന്നേ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടില്ലെങ്കിൽ ഇതിൽ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ അത് പോയി കാണുക. അത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോസിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എങ്കിലേ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നോക്കാം. നീ എന്താ ചെയ്യുന്നേ? നമുക്കൊന്നും പറയാനില്ലേ? നോക്കാനെങ്കിലും കഴിയും. അപ്പം നമ്മളെ രണ്ടാമത്തെ ടെറേറിയം മോഡലാണിത്. അപ്പോൾ ഇത് ജസ്റ്റ് പ്ലാസ്റ്റിക് ബോട്ടിലോണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്ലാസ്റ്റിക് ബോട്ടിലിനെ പകുതിയാക്കി മുറിച്ചാണ്. നമ്മളെ പെപ്സി വലിയ സോഡ ബോട്ടിലിൻ്റെ ഒക്കെ ഇതാണ്. അത്യാവശ്യം നല്ല വലിയൊരെണ്ണുണ്ടല്ലോ, എത്ര ലിറ്ററിൻ്റെ ഒന്നും എനിക്കറിയില്ല. ഇതിവിടെ കിടന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് വെറുതെ കിടക്കല്ലേ എന്ന് വെച്ചാൽ ഉണ്ടാക്കി തുടങ്ങിയതാണ്. അപ്പം ജസ്റ്റ് ഒരു മുകളിലെ ഒരു ലെയറും ഇങ്ങനെ മുറിച്ചെടുക്കുക. എന്നിട്ട് തന്നെ മുൻഭാഗം അത് നമ്മൾ ഇടുന്ന മണ്ണ് പുറത്തേക്കായി പോകാതിരിക്കാനാണ് മുൻഭാഗം കുറച്ച് ചെറുതായിട്ടൊന്ന് മടക്കുക. അപ്പം മടക്കുമ്പോൾ ഇത് വട്ടത്തിലല്ലേ നിൽക്കുന്നത്, അപ്പോൾ 2 ഫോൾഡ് വരും. ഇപ്പം ഈ ഒരു ഷേപ്പ് അതിനെ കൊണ്ട്. അപ്പോൾ ആ ഫോൾഡ് വരുന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് മുറിച്ചു കൊടുക്കുക. അങ്ങനെ നമുക്ക് കറക്റ്റ് അത് മടങ്ങി നിൽക്കും, ഇല്ലെങ്കിൽ അത് പൊങ്ങി നിൽക്കും. അതിന് വേണ്ടിയിട്ടാട്ടോ. അപ്പം കണ്ടോ, അതവിടെ ഇങ്ങനെ ഒരു സ്റ്റോപ്പ് പോലെ നിൽക്കും. നമ്മൾ എന്തിട്ടാലും അത് പുറത്തേക്ക് വീഴാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതിനകത്തും ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് ബാക്കി വരുന്നത്. അപ്പോൾ ആദ്യം കൽക്കരി ഇടുക. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് കുറച്ച് പെബിൾസ് ഇടുക. കുറച്ച് മണ്ണിടുക. മണ്ണിൽ ആദ്യം പെബിളാണ് ഇടേണ്ടത്, എന്നോട് മാറിപ്പോയതാട്ടോ, എന്നാലും വേണ്ടിയില്ല. അതിൻ്റെ പെബിൾസ് ഇടുക. ഈ പെബിൾ ഇട്ടതിന് അതിനകത്ത് കംപ്ലീറ്റ് മണ്ണ്. ഇത് ഞാൻ ആ വീഡിയോ ചെയ്തതിൻ്റെ കൂടെ തന്നെ ചെയ്തതാണ്, പക്ഷേ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇട്ടുന്നേ ഉള്ളൂ. നമ്മൾ അന്ന് ചെയ്തപ്പോൾ മണ്ണ് കുറേ ബാക്കി വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്തു തുടങ്ങിയതാണ്. പിന്നെ ഇതിനകത്ത് കംപ്ലീറ്റ് മണ്ണിട്ട് ഫില്ല് ചെയ്യുക. മണ്ണല്ല, നമ്മൾ ആ മിക്സ് ഉണ്ടല്ലോ, പൂഴിയും ചേരിച്ചോറും ചാണകമുള്ള മിക്സാണിത്. ഒരേ ഈക്വൽ എമൗണ്ടിലാണ് ഇതൊക്കെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇപ്പം നിങ്ങൾ ഓൾറെഡി കണ്ടല്ലോ, ഇതിപ്പോൾ ഒരു ലേക്കിൻ്റെ ഫോമിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി 2 സൈഡും കുറച്ച് പൊങ്ങി കുറച്ചൊന്ന് താത്തിയിട്ട് വേണം മണ്ണ് ഫില്ല് ചെയ്യാൻ. മോൾ ഭാഗം അതേപോലെ മൗണ്ടെയിൻ ആച്ചാൽ വെള്ളം മുകളിൽ നിന്നല്ലേ ഒഴുകി വരിക, ആ ഒരു ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഈ ചെടി വെക്കരുത്, ഞാൻ മറ്റേ വീഡിയോ ഓൾറെഡി പറഞ്ഞു, ആ ചെടി വെക്കണ്ട. ഞാൻ വെച്ച് 2 ദിവസം കഴിഞ്ഞിട്ട് അത് ഉണങ്ങിപ്പോയി. അപ്പോൾ ഇതിപ്പം വെച്ചിട്ട് കുറേ ദിവസമായിട്ടോ ഉണ്ടാക്കി വെച്ചിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോഴാണ് വീഡിയോ കാണുന്നത്, കാരണം ഞാൻ ഉണ്ടാക്കി അപ്പം തന്നെ നിങ്ങൾക്ക് കാണിച്ചിട്ട് സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ വർക്കൗട്ട് ആയതിന് ശേഷമാണ് ഞാനിപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചെടിയൊന്നും കുഴപ്പമൊന്നുമില്ല. ഇത് കിണറ്റിലൊക്കെ കിട്ടുന്ന ചെടിയാണ്. അപ്പോൾ ആ ചെടി നിങ്ങൾ യൂസ് ചെയ്യേണ്ട. അപ്പോൾ എല്ലാ ചെടിയൊന്നും പറ്റില്ല കേട്ടോ, ചില ചെടികൾ മാത്രമേ പറ്റുള്ളൂ. ഇനിയൊന്നുമില്ല, അതിന് ചെടി അതേപോലെ ജസ്റ്റ് ടൂത്ത് പിക്ക്, കബാബ് സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റിക്ക് വെച്ചിട്ട് ജസ്റ്റ് ചെറിയ ഒന്ന് സ്ക്രാച്ച് ചെയ്തിട്ട് ചെടീനെ നന്നായിട്ട് ഇറക്കി വെച്ച് കൊടുക്കുക.
ഞാനൊരു മരക്കഷ്ണമൊക്കെ എൻ്റെ നടുവിൽ വെച്ചിട്ടുണ്ട്, പാലം പോലെ. വെള്ളമാണ് കുറച്ചും കൂടി ഇഫക്റ്റ് കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്. ഈ ചെടീൻ്റെയൊക്കെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ, നിങ്ങൾ അതുകൊണ്ട് അതൊന്നും ചോദിക്കാൻ നിൽക്കരുത് കേട്ടോ. ജസ്റ്റ് കുറച്ച് കല്ല് പെബിൾ, വെള്ളമാണ് എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. വെള്ളം ഒഴിക്കാൻ പറ്റില്ല കേട്ടോ, ഇനി വെള്ളം ഒന്നും ആരും ഒഴിച്ചു നോക്കരുത്. ജസ്റ്റ് കല്ല് ചെറിയ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ്. പണ്ട് 2 തട്ട് പോലെയാണ് അത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഫൈനൽ പീസ് റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയ അടിപൊളി ഒരു ഷോ പീസോ വർക്ക് പീസോ ആണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അയച്ചു തരാൻ മറക്കരുത്, കാരണം ഞാൻ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണും വരെ ടാറ്റാ ബൈ.